ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തുക. ഇവിടെ എനിക്ക് 9 ഇഞ്ച് നീളത്തിലുള്ള ഓപ്പൺ വേണ്ടതുകൊണ്ട് 10 ഇഞ്ച് നീളത്തിലുള്ള കട്ട് പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീതി 6 ഇഞ്ച്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ സെൻറ്റർ മാർക്ക് ചെയ്തതിൽ നിന്നും അര ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നീളത്തിൽ താഴോട്ടേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആയിരിക്കണം മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ അടിഭാഗത്ത് ക്രോസ് ആയിട്ട് വരച്ചതിന് ശേഷം സെൻറ്റർ പോർഷനിലൂടെ കട്ട് ചെയ്യുക. അതിനുശേഷം ആ മെറ്റീരിയൽ അര ഇഞ്ച് ഫസ്റ്റ് മടക്കി 1 ഇഞ്ച് കൂടി മടക്കുക. നന്നായിട്ട് അമർത്തി കൊടുത്താൽ അതവിടെ പതിഞ്ഞിരുന്നോളും. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിലാണ് നമ്മൾ ആ മടക്കിയ ഭാഗം വരേണ്ടത്. നല്ല തുണിയും കട്ട് പീസും തമ്മിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ശേഷം അതിൻ്റെ റോങ് സൈഡ് താഴെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ പീസ് ബാലൻസ് ഉണ്ടാവും, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമായിരിക്കണം രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ മടക്കുന്നതെങ്കിൽ താഴെ ഭാഗത്തും 1 ഇഞ്ച് വീതിയിൽ തന്നെ കട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചിടാൻ പറ്റുള്ളൂ. അതിനുശേഷമായിരിക്കും നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസാണ് ക്രോസ് പീസ്. ലൈനിങ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങും നല്ല പീസും വെച്ചതിന് ശേഷം കട്ട് പീസ് വെക്കണം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.